വനിതാ ഫെസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാ വർഷത്തെ പോലെയും സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ഈ പ്രാവശ്യവും ഫെസ്റ്റ് ഉണ്ടായിരുന്നത്. 50 രൂപയായിരുന്നു എൻട്രി ഫീ വരുന്നത്. കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബാലരമ കേവ് തന്നെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മായാവിയും കുട്ടൂസനും ഡാഗിനിയും എല്ലാവരും വെച്ച് രാജുവിനെയും രാധനെയും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു അടിപൊളി കേവായിരുന്നു കേട്ടോ അത്. പിന്നെ ലച്ചുമോക്കാണെങ്കിൽ ഓരോരുത്തരെ കാണുമ്പോഴത്തേനും ടി വിയിലോ ബാലരമയിലൊക്കെ കാണുന്ന പോലെ അല്ലല്ലോ, ഇതൊരാൾ നിൽക്കുന്ന പോലെ ആയിരുന്നു അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരുടെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാന്തിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പോയി നിന്ന് തൊട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവൾക്കൊരു വിശ്വാസമായത്. പിന്നെ ഡാഗിനി അമ്മൂമ്മനെ കണ്ടപ്പോഴത്തേനും മുത്തശ്ശിയാണെന്നും പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അടുത്ത് പോകാനായിട്ട് അവൾക്ക് വളരെ പേടിയായിരുന്നേ. പിന്നെ ഓരോ ആനിമൽസിൻ്റെയും ഫോട്ടോസെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തന്നെ അവൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ശരിക്കും ബാലരമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവർ അറേഞ്ച് ചെയ്ത് ആ ഒരു സ്പേസിൽ തന്നെ അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റിങ്ങും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ കുട്ടൂസനും ഡാഗിനിയുടെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമൊക്കെ ലച്ചുമോൾക്ക് നല്ല ഹാപ്പി ആയിരുന്നേ. അവൾക്ക് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് ഒരു ഏരിയ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഓരോ ആനിമൽസിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒക്കെ സെറ്റപ്പൊക്കെ അവർ ശരിയാക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മായാവി കേവിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കോർട്ടായിരുന്നു. കുടുംബശ്രീ ചേച്ചിമാരായിരുന്നു കേട്ടോ നടത്തിക്കൊണ്ടിരുന്നത്. കുടുംബശ്രീക്കാരാകുമ്പോഴത്തേനും അറിയാലോ, എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു ഭക്ഷണമൊക്കെ.